ഹലോ ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ്. LDC മെയിൻസ്, LGS മെയിൻസ്, ഡിഗ്രി ലെവൽ മെയിൻസ് എന്നീ പരീക്ഷകൾക്ക് റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നോക്കാം, ആദ്യത്തെ ചോദ്യം നോക്കാം. 2023 ലോക സമുദ്ര ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്ലാറ്റ് ഓഷൻ വേലിയേറ്റങ്ങൾ മാറുന്നു. 2023 ലോക സമുദ്ര ദിനത്തിൻ്റെ പ്രമേയം പ്ലാറ്റ് ഓഷൻ വേലിയേറ്റങ്ങൾ മാറുന്നു. പ്ലാറ്റ് ഓഷൻ വേലിയേറ്റങ്ങൾ മാറുന്നു എന്നതാണ് 2023 ലോക സമുദ്ര ദിനത്തിൻ്റെ പ്രമേയം. അടുത്ത ചോദ്യം നോക്കാം. ആസ്പിരേഷണൽ ജില്ലാ പദ്ധതിയിൽ ദേശീയാടിസ്ഥാനത്തിൽ 2022 ഒക്ടോബർ മാസത്തെ ഡെൽറ്റ ഓവറോൾ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ജില്ല. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വയനാട്. ആസ്പിരേഷൻ ജില്ലാ പദ്ധതിയിൽ ദേശീയാടിസ്ഥാനത്തിൽ 2022 ഒക്ടോബർ മാസത്തെ ഡെൽറ്റ ഓവറോൾ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ജില്ല വയനാടാണ്. വയനാടാണ് ആസ്പിരേഷണൽ ജില്ലാ പദ്ധതിയിൽ ദേശീയാടിസ്ഥാനത്തിൽ 2022 ഒക്ടോബർ മാസത്തെ ഡെൽറ്റ ഓവറോൾ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ജില്ല. അടുത്ത ചോദ്യം നോക്കാം. നീതി എവിടെ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, എ ഹേമചന്ദ്രൻ. എ ഹേമചന്ദ്രൻ്റെ ആത്മകഥയാണ് നീതി എവിടെ. നീതി എവിടെ എ ഹേമചന്ദ്രൻ്റെ ആത്മകഥയാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ നാസി ചിഹ്നങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ രാജ്യം. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് അടുത്തിടെ നാസി ചിഹ്നങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ രാജ്യം. നാസി ചിഹ്നങ്ങൾക്ക് അടുത്തിടെ വിലക്കേർപ്പെടുത്തിയ രാജ്യം ഓസ്ട്രേലിയയാണ്. അടുത്ത ചോദ്യം നോക്കാം. വിമൻസ് ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് 2023 വേദിയായത് ടോക്കിയോ. ജേതാക്കൾ ദക്ഷിണ കൊറിയ. ഫൈനൽ ഇന്ത്യ പരാജയപ്പെടുത്തി. തെറ്റായത് ഏത്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 2, 3. ഇപ്പോൾ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും തെറ്റാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ അന്തരിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേര്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, KM വാസുദേവൻ നമ്പൂതിരി. അടുത്തിടെ അന്തരിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേര് KM വാസുദേവൻ നമ്പൂതിരി എന്നാണ്. KM വാസുദേവൻ നമ്പൂതിരി എന്നാണ് അടുത്തിടെ അന്തരിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേര്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ അന്തരിച്ച വിക്ടോറിയ അമലീന ഏതു രാജ്യത്തെ സാഹിത്യകാരിയാണ്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, യുക്രൈൻ. അടുത്തിടെ അന്തരിച്ച വിക്ടോറിയ അമലീന യുക്രൈനിലെ സാഹിത്യകാരിയാണ്. അടുത്തിടെ അന്തരിച്ച വിക്ടോറിയ അമലീന ഒരു യുക്രൈൻ സാഹിത്യകാരിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യക്ക് പുറത്ത് ആദ്യത്തെ IIT രൂപീകൃതമായത് എവിടെയാണ്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ടാൻസാനിയ. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ഒരു IIT സ്ഥാപിതമായത് ടാൻസാനിയയിലാണ്. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ടൊരു IIT സ്ഥാപിതമായത് ടാൻസാനിയയിലാണ്. അടുത്ത ചോദ്യം നോക്കാം. വംശീയ അധിക്ഷേപത്തിനെതിരെ വിനി ജൂനിയർ നിയമം പാസാക്കിയ രാജ്യം. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബ്രസീൽ. വംശീയ അധിക്ഷേപത്തിനെതിരെ വിനി ജൂനിയർ നിയമം പാസാക്കിയ രാജ്യം ബ്രസീലാണ്. ബ്രസീലാണ് വംശീയ അധിക്ഷേപത്തിനെതിരെ വിനി ജൂനിയർ നിയമം പാസാക്കിയത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ അച്ചടി നിർത്തിയ വീനർ സെയ്തങ് ഏത് രാജ്യത്തെ പത്രമാണ്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓസ്ട്രിയ. ഓസ്ട്രിയയിലെ പത്രമായിരുന്നു വീനർ സെയ്തങ്. അടുത്തിടെ അച്ചടി നിർത്തിയ വീനർ സെയ്തങ് ഓസ്ട്രിയയിലെ പത്രമായിരുന്നു. ഓസ്ട്രിയയിലെ പത്രമായിരുന്നു വീനർ സെയ്തങ്. അടുത്തിടെയാണ് അതിൻ്റെ അച്ചടി നിർത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ആൾ.